കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് എപ്പോഴും ശക്തമായി നിലപാടുകൾ തുറന്നു പറയുന്ന വ്യക്തിയാണ് കെ മുരളീധരൻ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ വടകരയിൽ നിന്ന് മാറ്റി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കൊണ്ടുവന്നതിന് ശേഷം മുതൽ അദ്ദേഹം ചില സത്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമാണെങ്കിൽ അദ്ദേഹം ചില വെളിപ്പെടുത്തലുകളും നടത്തുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ആ വെളിപ്പെടുത്തലുകളൊന്നും തന്നെ കോൺഗ്രസ് കണ്ട ഭാവം നടിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ നേരിയ മങ്ങലും അതിനുശേഷം കോൺഗ്രസിനകത്തുണ്ടായിരുന്ന പലതരത്തിലുള്ള ആഭ്യന്തര കലഹങ്ങളുമെല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു KPCC പുനഃസംഘടന ആരംഭിക്കുകയാണ്. ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഒരു KPCC പുനഃസംഘടന ആരംഭിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായി നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കെ മുരളീധരൻ. പ്രവർത്തിക്കാത്തവരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുമെന്ന AICC നേതൃത്വത്തിന്റെ തീരുമാനം സ്വാഗതാർഹമെന്നാണ് കെ മുരളീധരന്റെ ഭാഷ്യം. DCCക്ക് കൂടുതൽ ചുമതല നൽകണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേരളത്തിലും നേതൃമാറ്റം ഉണ്ടാകുമെന്നും നിലവിൽ തീരുമാനമായിട്ടില്ല എന്നുമാണ് കെ മുരളീധരൻ പറയുന്നത്. മാത്രമല്ല, നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും നിലമ്പൂരിൽ 20,000 വോട്ടുകളിൽ അധികം നേടിക്കൊണ്ട് തങ്ങൾ വിജയിക്കുമെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രവർത്തിക്കാത്തവരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റണം എന്ന വാക്കാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് ആരെയാണ് എന്നതാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറുന്നത്. കോൺഗ്രസിനകത്ത് തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള പടലപ്പിണക്കങ്ങളും താൻ പോരുമയും പലതരത്തിലുള്ള ഭിന്നാഭിപ്രായങ്ങളെല്ലാം തന്നെ രൂക്ഷമായി വർത്തിക്കാറുണ്ട്. ആ സാഹചര്യങ്ങളെല്ലാം തന്നെ കെ മുരളീധരന്റെ പേരും ഉയർന്നു കേൾക്കാറുണ്ട്. പലപ്പോഴും പിണങ്ങിപ്പോയും പല അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടുമാണ് അദ്ദേഹം വാർത്തകളിൽ ഇടം പിടിക്കാറുള്ളത്. ഇപ്പോൾ KPCCയിലെ നേതാക്കളുടെ ചില പിടിപ്പുകേടുകളും പ്രവർത്തനക്ഷമതയില്ലായ്മയെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ സ്ഥാനമാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് ദേശീയ നേതൃത്വം തന്നെ ആരോപിക്കുമ്പോൾ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ മുരളീധരൻ തന്നെ പറയുകയാണ് പ്രവർത്തിക്കാത്തവരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന്. സ്വാഭാവികമായും ആ വിരൽ ചൂണ്ടുന്നത് കെ സുധാകരനിലേക്കാണ് എന്നതാണ് ഉയർന്നു വരുന്ന ആദ്യത്തെ വാദം. പക്ഷേ അതേസമയം തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് VD സതീശന്റെ ഭാഗത്തു നിന്നും സുധാകരനെതിരെ ശക്തമായ പോരാട്ടം നടന്നിരുന്നു. ആ സാഹചര്യത്തിൽ സുധാകരനെ പിന്തുണച്ചുകൊണ്ട് ഏതാനും ചില കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. അത് ഒരുപക്ഷെ സുധാകരനോടുള്ള താല്പര്യം കൊണ്ട് മാത്രമായിരുന്നില്ല, VD സതീശനോടുള്ള എതിർപ്പ് മൂലവും ആയിരുന്നു എന്നതും ശ്രദ്ധേയം തന്നെയാണ്. അത്തരം രംഗത്തെത്തിയ നേതാക്കളിൽ ഒരു പ്രധാന വ്യക്തി തന്നെയാണ് കെ മുരളീധരൻ. ശശി തരൂർ, KC വേണുഗോപാൽ, കെ മുരളീധരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കളെല്ലാമാണ് സുധാകരന് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയിരുന്നത്. സുധാകരൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറേണ്ട ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ നേതാക്കളെല്ലാം തന്നെ രംഗത്തെത്തിയത്. പക്ഷേ അതേ സാഹചര്യത്തിൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം വീണ്ടും AICCയുടെ തീരുമാനം വരുന്നു. KPCCയിലും DCCയിലും വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അർഹതയില്ലാത്തവരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനം വരുന്നു. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ കെ മുരളീധരൻ ഉദ്ദേശിക്കുന്നത് തൃശൂർ DCC എന്ന മറുചോദ്യവും ശക്തമാണ്. പക്ഷേ ഇപ്പോഴത്തെ AICCയുടെ തീരുമാനമനുസരിച്ച് അല്ലെങ്കിൽ സംസ്ഥാന നേതൃനിരയുടെ തീരുമാനമനുസരിച്ച് തൃശൂർ DCCക്ക് സാരമായ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല. കാരണം ജോസ് വള്ളൂരിനെ മാറ്റി അല്ലെങ്കിൽ ആരോപണം നേരിട്ട പ്രധാന 3 നേതാക്കളെ മാറ്റിക്കൊണ്ട് ജോസഫ് ടാജറ്റിന് സ്ഥാനം നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അടുത്ത് നടന്ന സ്ഥാനാരോഹണമായതുകൊണ്ട് തന്നെ തൃശൂർ DCCയെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല. പക്ഷേ മറ്റ് എല്ലാ DCCകളും മാറും എന്നത് തന്നെയായിരുന്നു പ്രധാന തീരുമാനം. അതുകൊണ്ട് തന്നെ മുരളീധരന് ഏറെ പ്രയാസമുള്ള അല്ലെങ്കിൽ മുരളീധരന് ഏറെ വെല്ലുവിളി നേരിട്ട ഒരു DCC എന്ന നിലയിൽ തൃശ്ശൂരിനെ സംബന്ധിച്ച് അദ്ദേഹം ഇത്തരം ഒരു വാക്ക് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ പിന്നീട് ഉയർന്നു വരുന്ന ചോദ്യം പിന്നെ ആര് എന്നുള്ളതാണ്. പലപ്പോഴായി കോൺഗ്രസിനകത്ത് തന്നെ പടലപ്പിണക്കങ്ങളിലേക്കും അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് തന്നെ വലിയ തരത്തിലുള്ള ആഭ്യന്തര കലഹങ്ങളിലേക്കും അതുമല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് തന്നെ എപ്പോഴും നിലനിൽക്കുന്ന പ്രധാന വാദം തന്നെയാണ് പ്രവർത്തക സമിതിയിലെ തന്നെ ചില നിഷ്ക്രിയരായ നേതാക്കളെക്കുറിച്ച്. ഇത്തരത്തിലുള്ള നേതാക്കളെ തന്നെയാണ് മുരളീധരൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അവസാനമായി ഉയർന്നു വരുന്ന മറ്റൊരു വാദം. എന്തു തന്നെയാണെങ്കിലും മുരളീധരന്റെ ഈ രണ്ട് വാക്കുകൾ ഇപ്പോൾ വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമായി മാറുകയാണ്. കോൺഗ്രസിനകത്ത് ഏത് നേതാവിനെയാണ് മുരളീധരൻ ഉദ്ദേശിച്ചത്, എന്തുകൊണ്ടാണ് അദ്ദേഹം അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ള ചോദ്യമെല്ലാം തന്നെ അവിടെ വലിയ പ്രാധാന്യത്തോടുകൂടി നിൽക്കുകയാണ്. കോൺഗ്രസിൽ തന്നെ വീണ്ടും ഒരു ചർച്ചയ്ക്ക് ഇത് വഴി തെളിച്ചിരിക്കുകയുമാണ്.